മാസത്തിലെ അതികഠിനമായ ചൂടിനെയൊന്നും വകവയ്ക്കാതെ ഞാനും ഷീജായും 22-ാം തീയതി ഞായറാഴ്ച കിടന്ന് രാവിലെ ഉറക്കവും കളഞ്ഞിട്ട് നമ്മളുടെ ദുബായ് ദേരയിലുള്ള ഗലേറിയ സിനിമാസിലെത്തിയിരിക്കുകയാണ്. എന്തിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്? നമ്മൾക്കൊപ്പം മറ്റു ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അൻസാർ കൊയിലാണ്ടി ബ്രോ, അതുപോലെ തന്നെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാംസ്കാരിക വേദികളിൽ സ്ഥിരമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ സജീവമായി ഇടപെടുന്ന ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊപ്പം നമുക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, നമ്മളുടെ ഏതൊരു പ്രവാസിയെയും ബാധിക്കുന്ന, ഏതൊരു പ്രവാസിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന, കുടുംബ ബന്ധങ്ങൾ റിലേറ്റ് ചെയ്യുന്ന വളരെ ചെറിയൊരു സിനിമ, 17 നിമിഷങ്ങൾ മാത്രം, 17 മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു സിനിമയുടെ റിവ്യൂ ആണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ചെറിയ ആദരവും നമുക്ക് നൽകുകയുണ്ട്. വളരെ സന്തോഷം. വിശേഷം. എല്ലാവരും നല്ലൊരു ഞായറാഴ്ചയായിട്ട് രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രൂപേഷ് ഭായ് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ കരയിക്കരുത്. ഇതിപ്പോ 2ാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങളെ വിളിച്ച് കരയിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലും കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വന്തം അനസ് ബ്രോ. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ സൗഹൃദം വളർന്നത്. അദ്ദേഹത്തിന്റെ കുറച്ചധികം ഷോർട്ട് മൂവീസ് ഞങ്ങൾക്ക് കാണാനിടയായി. വളരെ നല്ല സീരിയസ് ആയിട്ട് ഓരോ കഥകളെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്ന നല്ലൊരു സംവിധായകൻ, നല്ലൊരു കഥാകൃത്ത് ഒക്കെയാണ്. അതുപോലെ രൂപേഷ് നല്ലൊരു അഭിനേതാവാണ്. അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ ആ ഒരു ഡീപ്പിലേക്ക്, നമ്മുടെ ഡീപ്പ് ഇൻ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയം ഇതിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഷോർട്ട് മൂവീസിന്റെയോ ഒക്കെ പല ഭാഗങ്ങളിലായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. മൂവിയിൽ നിന്നോ കലയിൽ നിന്നോ സാഹിത്യത്തിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള ആരും ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അല്ലെങ്കിൽ മൂവി ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾ കല ആസ്വദിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ വരാനും കാണാനും പരിചയപ്പെടാനും കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട് മദീന മാളില്, ഷീജ ഷഫീഖ് ബോട്ടിംഗ്. നിങ്ങൾ മദീന മാൾ വഴി വരുമ്പോൾ അവിടേക്ക് ഒന്ന് കയറുക. ഈ മൂവി പിന്നെ എന്നെ വ്യക്തിപരമായിട്ട് ബാധിച്ചതെന്ന് പറഞ്ഞാൽ, എന്റെ പിതാവ് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം വളരെ കർക്കശക്കാരനായ ഒരു പിതാവായിരുന്നു. പക്ഷെ എന്റെ മക്കൾക്ക് ഞാൻ വളരെ ഫ്രണ്ടായിട്ടുള്ള ഒരു പിതാവാണ്. അപ്പോ 2 രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഈ മൂവിയെ. പിന്നെ ഇതിലെനിക്ക് ഒരാളെയും കൂടെ ഒന്ന് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കണം. കാരണം നമ്മുടെ മൂവി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് വിളിച്ച് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയെ. നമ്മുടെ രൂപേഷിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മുടെ ഷഹലിനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ കൂടി ഇവിടെ വരണം, എങ്കിലേ ഇത് ഈ ഒരു കോറ കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. കാരണം ഷഹൽ ഒരുപാട് ഷോർട്ട് മൂവീസിന്റെയും സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കലയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് ഷഹൽ ഹസൻ. അനസിക്കാട 3-4 ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിൽ പ്രേംരാജ് എന്നൊരു ഷോർട്ട് മൂവിയാണ് എന്നെ ഇത്തരത്തിൽ ഇപ്പം UAE ഷഹാൽ പ്രേംരാജ് എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ആസിഫുർസൊക്കെ ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൊല്ലം ജില്ലാ പ്രവാസിയിലൊക്കെ ഉള്ളതാണ്. പിന്നെ പോൾസേട്ടൻ്റെ ഒരു ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പോൾസേട്ടൻ. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് സന്തോഷമുണ്ട്. ഞാനിത് ഓൾറെഡി ഈ തന്നെത്താനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണ്, അൽഷാഫ് സിനിമയിൽ വെച്ച്. വളരെ നല്ലൊരു ഭൂമി. തന്നെത്താനെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. തന്നെത്താനെ നമുക്ക് നാം മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മൾ കാണുക. നല്ലൊരു മെസ്സേജാണ്. അനസിക്കാട് ഇനിയും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ തൻസീർ പ്രേംരാജിൻ്റെ ഉജ്ജ്വലനായ ക്യാമറമാനാണ്. ഈ തന്നെത്താനെയും നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണും. അത്രയ്ക്ക് പ്രൊഫഷണലായിട്ടാണ് ക്യാമറയൊക്കെ ചെയ്തേക്കുന്നത്. കുറേ മൂവീസ് ഉണ്ട്. ഇനിയും നമ്മളിപ്പം ഓൾറെഡി റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ സ്ക്രാച്ച് എന്ന ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. അതിലുമുണ്ട് ഞാൻ. സെക്കൻഡ് ഷെഡ്യൂൾ നെക്സ്റ്റ് വീക്കിലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് മൂവികളൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആനവാൾ മോതിരം, മുഖചിത്രം. അതിനുശേഷമാണ് UAE വന്ന് ഷോർട്ട് ഫിലിമിലേക്ക് പോയത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു മൂവി കാണാൻ എന്നെ ക്ഷണിച്ചതിലും അതിയായ സന്തോഷം. താങ്ക് യു ഓൾ. തന്നെത്താനേ താനേ താനേ
താനേ താനേ താനേ താനേ